ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓണം സ്പെഷ്യൽ ഒരു പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പായസമാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൊവ്വരി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിൽ ഇത് കുതിരാൻ വെക്കണം. അങ്ങനെ നല്ല വെള്ളത്തിൽ 1 മണിക്കൂർ ഞാനിത് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ചൊവ്വരി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചൊവ്വരി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പാൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മതി കേട്ടോ ഈ ഒരു അളവിൽ. കാരണം ഒരുപാടായാൽ ഭയങ്കര ഒരു കയ്പ്പ് ടേസ്റ്റാണ് വരിക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പം നെയ്യിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു അളവിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടുക പായസം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ പായസം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.